സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത വീറും വാശിയുമാണ്. അതാണ് ഞാൻ ആ പോളിംഗ് ശതമാനം അങ്ങ് ഉയർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് സൂചിപ്പിച്ചത്. അതിലുപരി അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ് നടന്നത്. പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു, മറുകണ്ടം ചാടലുകൾ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. വിവാദങ്ങൾക്കും നാടകീയതയ്ക്കും ഒരു കുറവുമുണ്ടായില്ലെങ്കിലും മണ്ഡലത്തിലെ അടിസ്ഥാന വിഷയങ്ങൾ ചർച്ചയായില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നത് നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ പലതും ചർച്ചയാക്കാൻ നോക്കി, പക്ഷേ കൂടുതലും വിവാദങ്ങളിലേക്കാണ് ഫോക്കസ് പോയത്. ജനങ്ങൾ പക്ഷേ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്ന് മാത്രം. മണ്ഡലത്തിലെ MLA-യുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിലയിരുത്തൽ മണ്ഡലത്തിൽ നടന്നോ എന്നതും ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ്. പകരമുയർന്ന നാടകീയ വാർത്താ കാഴ്ചകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടാലോ. റീക്യാപ്പ്. പാലക്കാട് ഇലക്ഷൻ റീക്യാപ്പ്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്ന ഡോക്ടർ P. സരിൻ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് വിടുന്നതാണ് ആദ്യത്തെ സീൻ. ആ തോന്നിവാസത്തിനനുസരിച്ച് കൈയടിക്കാൻ കുറെ പേരുണ്ടാവുക, അതാണ് തീരുമാനമെന്ന് തീരുമാനിക്കുക. നടക്കില്ല. പാർട്ടി പുനഃപരിശോധിക്കണം. പുനഃപരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നു കോൺഗ്രസ് ഇലക്ഷൻ പകുതി അവിടെ ജയിച്ചു. ചർച്ച ഒരു പ്രഹസനമായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് ഒരുമാതിരി അഹങ്കാരത്തോടെയല്ലേ ആളുകളോട് പറയുന്നത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? പുതിയ തലമുറയിലെ പിള്ളേര് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയും റീലും ഇട്ടാങ്ങ ഹിറ്റായി എന്ന വിചാരം അല്ല. സമൂഹത്തിനെ നേർവഴിക്ക് നയിക്കാൻ അറിയണം. അതിന് ത്യാഗങ്ങൾ സഹിക്കാൻ അറിയണം. ജയിലിൽ കിടന്നാൽ മാത്രമല്ല ത്യാഗം. സീൻ 2. ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് P. സരിന്റെ പ്രഖ്യാപനം. കോൺഗ്രസ് പുറത്താക്കിയ സരിൻ ദാ വരുന്നു ഇടത് സ്ഥാനാർത്ഥിയായി. LDFന്റെ നേതൃത്വത്തോട് എനിക്കൊരിടമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു, കാക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ P. സരീൻ മത്സരിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇനി അല്പം വിഷമമുള്ള കാഴ്ചയാണ് കരയരുത്. CPIM ജില്ലാ സെക്രട്ടറി മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മയ്ക്ക് മുന്നിൽ വിതുമ്പിക്കരയുകയാണ്. സീൻ 3. പാർട്ടിയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു ചവിട്ടിത്താത്തൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടായ ഒരു പ്രകോപനം, അത് സഹിക്കാൻ പറ്റിയില്ല. ഇത്തരം അവഹേളനം ഉണ്ടാക്കുന്നത് എങ്ങനെ ഇതിൽ സഹിച്ചു നിൽക്കും? ആ സഹിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയോട് എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം. ഇന്നലത്തോടു കൂടി എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണ്. ഈ സീൻ പക്ഷേ പെട്ടെന്ന് ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. ഉച്ച കഴിഞ്ഞ് ഷുക്കൂറിനെ കഴുത്തിൽ കൈയൊക്കെ ഇട്ട് ചേർത്ത് പിടിച്ച് CPIM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് LDF കൺവെൻഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം. മാധ്യമങ്ങളെ ഇറച്ചിക്കടയിലെ പട്ടികളെന്ന് വിളിച്ച് NN കൃഷ്ണദാസിന്റെ അവഹേളനം. സീൻ 4. നിങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തുക. CPIM-ന് പൊട്ടിത്തെറി എന്ന് കൊടുത്തവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. രാവിലെ മുതൽ ഇപ്പോഴും ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി നിൽക്കുന്നത് പോലെ ഷുക്കൂറിന്റെ വീടിന്റെ മുമ്പിൽ കാത്തു നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. നിങ്ങൾ എന്തിനാണ് പോയത് അവിടെ? നിങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങളാരാ? ഞങ്ങൾ മാധ്യമങ്ങളാണ് ചോദിക്കുന്നത്. പിന്നീട് പാലക്കാട് കണ്ടത് K. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് DCC ശുപാർശ ചെയ്ത ആ ഒരു കത്തുണ്ടാക്കിയ കോലാഹലമാണ്. ഒടുവിൽ K. മുരളീധരൻ രാഹുലിനു വേണ്ടി പ്രചാരണത്തിലെത്തി.
കിട്ടിയ ആൾ പറഞ്ഞല്ലോ, ചിലർക്ക് കിട്ടി കാണില്ല, ചിലർക്ക് കിട്ടി കാണും. ഇപ്പം അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, കത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ പോസ്റ്റ് ഇടാൻ കാരണം. അടുത്ത സീനിലേക്ക് പോകാം. നമുക്കൊരു കല്യാണം കൂടിയാലോ. കല്യാണവേദിയിലെ സ്ഥാനാർത്ഥികളുടെ പിണക്കവും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ നമ്മൾ കണ്ടു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സരിന് കൈ കൊടുക്കാതെ പോകുന്ന ഷാഫി പറമ്പിലും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും. പാലക്കാട്ടെ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന് ആരോപിച്ച് പോലീസിന്റെ പാതിരാ റെയ്ഡാണ് അടുത്ത സീൻ. വലിയ സംഘർഷത്തിലേക്കൊക്കെ ആ പാതിരയ്ക്ക് പോയി നമ്മളതൊക്കെ തത്സമയം കാണുകയും ചെയ്തു അല്ലേ. കള്ളപ്പണം എത്തിയെന്നായിരുന്നു CPIMന്റെ ആരോപണം. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കാട്ടി നീല ട്രോളിയിലാണ് പണം എത്തിച്ചതെന്ന് CPIM നേതാക്കൾ. ഇവിടെ ഞങ്ങളുടെ നേതാക്കന്മാരെ താമസിച്ച റൂമൊക്കെ പരിശോധിച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടിയെന്നുള്ളത് അവരൊന്ന് പറയട്ടെ ആദ്യം. ഇതെങ്ങനെ മുൻകൂട്ടി പോലീസിനൊപ്പം ഈ BJPയും CPMും നേതാക്കളും പ്രവർത്തകരുമാകുന്നു? ജ്യോതികുമാർ ചാമക്കാലിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആ ഹോട്ടലിൽ ഏകദേശം 10:45 മണി മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പണം ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കള്ളപ്പണം അവിടെ എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെയാണ്. അപ്പോ ദാ വരുന്നു അടുത്ത സീനിൽ ട്വിസ്റ്റ്. ട്രോളി വലിച്ചെറിഞ്ഞ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ NN കൃഷ്ണദാസിന്റെ പരസ്യമായ ആഹ്വാനം. വെട്ടിയൊക്കെ ഞങ്ങൾ വെച്ചറിയാൻ തീരുമാനിച്ചു. താല്പര്യമില്ല. വെട്ടി സംസാരിക്കണവർ അങ്ങനെ സംസാരിച്ചോട്ടെ. ഞങ്ങൾ മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. കള്ളപ്പണമാണെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. അത്രയുള്ളൂ. കോൺഗ്രസിൽ ആദ്യഘട്ടത്തിൽ ആരംഭിച്ച പൊട്ടിത്തെറിയുടെ ബാക്കി നോക്കണ്ടേ. തുടർചലനങ്ങൾ നമ്മൾ കണ്ടത് പിരായിരി പഞ്ചായത്തിലാണ്. പിരായിരി പഞ്ചായത്തിലെ ആ തുടർചലനങ്ങളിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 കോൺഗ്രസ് നേതാക്കൾ ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായെത്തി. അവഗണന, ഞങ്ങൾക്ക് കിട്ടിയ അവഗണനയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അവർക്ക് താല്പര്യം അവരുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കനുസരിച്ച് തുള്ളുന്ന ഒരാളുകളെയാണ് അവർക്ക് ആവശ്യം. അവിടെ മാത്രമല്ല, ഇവിടെയുമുണ്ട് പ്രശ്നം. BJP നേതൃത്വവുമായി ഇടഞ്ഞ് BJPയുടെ മുൻ സംസ്ഥാന വക്താവ് ആയിരുന്ന സന്ദീപ് വാര്യർ വരുന്നു. CPIMലേക്കെന്ന ഊഹാപോഹങ്ങൾ വരുന്നു. സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് എന്ന CPIMൽ നിന്ന് പ്രതികരണവും വരുന്നു. CPMനുമായി ചർച്ച നടത്തി എന്നെ കള്ളനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്പർ 1 നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് ആവും. ദാ വരുന്നു ട്വിസ്റ്റ്. തെരഞ്ഞെടുപ്പിന് 5 ദിവസം മുൻപ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നുവെന്ന് സന്ദീപ്. ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെയും ഉണ്ടായിരുന്നു എന്തൊക്കെയോ. അപ്പോ അതിൽ പ്രധാനപ്പെട്ടതൊക്കെ എന്തായാലും പ്രേക്ഷകർക്ക് ഓർമ്മ വന്ന് കാണുമല്ലോ. പാലക്കാട് അറ്റ് എ ഗ്ലാൻസ് നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ജനത്തിന്റെ മനസ്സിൽ തറച്ചത്, അതോ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ പാലക്കാട്ടെ വോട്ടർമാരെന്ന് നമുക്ക് 23-ന് പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയും.